അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് ഒരു ഹോട്ടൽ ചാലഞ്ചാണ് ഗൈസ് ചെയ്യാൻ പോണ. ഈ പേര് നമുക്കൊന്നും അറിഞ്ഞോളൂ, തട്ടിക്കൂട്ട് പേരാണല്ലേ. പിന്നെ ഈ ചാലഞ്ചിലെ ടീമാണ്, പക്ഷെ ടീമിന് മുന്നേ ഇവളാണ് ജഡ്ജ്. ഇവള് നമ്മുടെ ടീമിലുള്ള ഇവള് ജഡ്ജാണ്. പൊട്ടി സിനാനാണ് ടീം. ഞാനും നമ്മള് ഒരു റെസ്റ്റോറന്റ് ചൂസ് ചെയ്യും, ഇവര് റെസ്റ്റോറന്റ് ചൂസ് ചെയ്യും. നിങ്ങൾ ചൂസ് ചെയ്ത റെസ്റ്റോറന്റ് ഏതാ? സ്റ്റാർബക്സ്. ഓ മൈ ഗോഡ്, ഞാനും സിനാനും ചൂസ് ചെയ്ത് സബ്വേ നമ്മൾ സബ്വേ ആണ് ചൂസ് ചെയ്ത. പിന്നെ ഇതിന് വേണ്ടി നമ്മൾ സാധനം വാങ്ങിക്കണം, കുക്ക് ചെയ്യണം. ഞാൻ ബഡ്ജറ്റ് ഉണ്ട് ഗൈസ്. ഇവരുടെ ടീമിന്റെ ബഡ്ജറ്റ് വരുമോ, നമ്മുടെ ടീമിന്റെ ബഡ്ജറ്റ് 70 ആണ് ഗൈസ്. രണ്ട് ടീമിന്റെ ബഡ്ജറ്റ്. ഈ 70 റുപ്പീസ് നമ്മൾ ഇതെല്ലാം ചെയ്യണം. അപ്പം ഇതാണ് പരിപാടി. പിന്നെ താഴെ ഒരു ടേബിൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിൽ ഒരു സൈഡ് ഇവിടെ സ്റ്റാർബക്സ്, ഒരു സൈഡ് നമ്മുടെ സബ്വേ. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് കുക്കിംഗ് ചെയ്ത് തുടങ്ങാം. ഇപ്പോൾ സാധനം വാങ്ങിക്കണം. ടൈം ഭയങ്കര ലിമിറ്റാണ്, 2 hours ആണ് മാക്സിമം ടൈം. അപ്പോൾ ഗൈസ് നമുക്ക് ഇപ്പം തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ബാ, സാധനം വാങ്ങിക്കാൻ വേണ്ടി കടയിൽ പോവുകയാണ്. നെട്ടൽ ബിരിയാണി സാധനം വാങ്ങിക്കാൻ വേണ്ടി കടയിൽ പോവുകയാണ്. അപ്പൊ നീ പോയിട്ട് വരുന്നോ? ഇല്ല, പോയിട്ട് വരൂല കടയിൽ പോയിട്ടോ? ഞാനും സിദ്ധാനും വേറെ കടയിൽ പോണം, ഇവൻ വേറെ കടയിൽ പോണം. ഇവന്റെയിലാണ് ക്യാമറ കൊടുത്ത് വിടണ. പോയിട്ടോ ക്യാമറ തറയിൽ വീണ്. നമ്മളിങ്ങനെ സിദ്ധു സൈക്കിളിൽ പോയി ഞാൻ നടന്നു പോണ്. ഇത് എൻ്റെ ഉമ്മ വേണം. ഹായ് കടയിൽ പോയിട്ടുണ്ട്, നമ്മൾ കടയിൽ പോകണം. അങ്ങനെ പിന്നെ എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാനും സിനാനും. പിന്നെ വീട്ടിൽ നിന്ന് വല്ല വെജിറ്റബിൾസ് എടുത്തിട്ട് അതെല്ലാം പൊരിച്ച് വയ്ക്കണം. അങ്ങനത്തെ എല്ലാ ഐഡിയ ആണ് വയസ്സ് ഇപ്പം നമ്മൾ നോക്കണം. സിനാന്ത് മറ്റേ സാധനം കൊണ്ട് പോയിരിക്കണം. എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞൂടെ. ബാക്കി പൈസ ഇല്ല, പൈസ തീർന്നു ഗൈസ്, ബഡ്ജറ്റ് തീർന്നു. പിന്നെ എന്തിലും വാങ്ങിക്കാം, ഒന്നും ആയില്ല. ഈ ബഡ്ജറ്റ് ഉണ്ട് നമുക്ക് കൂടെ സമയമുള്ളൂ. ഈ 1 മണിക്കൂർ കൊണ്ട് നമുക്ക് തീർക്കണം. നിങ്ങളുടെ ടീമിൽ ഓക്കെ അല്ലേ? ഓക്കെ, ഈ 1 മണിക്കൂർ ഓക്കെ ആണല്ലോ. അപ്പോൾ ഗൈസ് ബൈ. നമ്മൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ട് വീണ്ടും കാണണമെങ്കിൽ പിന്നെ സാധനങ്ങൾ ഉണ്ടാക്കൊണ്ട് പോയി ഉണ്ടാക്കണം. 1 മണിക്കൂർ സമയമുള്ള ചെറിയ സമയമാണ് ഇതിൽ കൊണ്ട്. തുറ ഇവിടെ ചക്കു മദോസിൽ നിന്ന് ഫുഡ് ഫെസ്റ്റ് കഴിഞ്ഞ് വന്ന് എന്ത് കിട്ടി? ഓ എന്ത് ശരിപ്പോ ഇവിടെ കാണിയാകത്ത് എന്തൊക്കെയാ കൊണ്ടുവന്നു എനിക്ക് വേണം. എന്തിന് ഞാൻ എടുക്കില്ല. അതിന് കാത്തുവിന് ഇത്തിരി കൂടെ ഇതിന്റെ പകുതി. അതിന് സിദ്ധുവിന് കൂടെ എനിക്ക് വേണം, ഞാൻ കഴിച്ചില്ല. അത് ഞാൻ കൊണ്ടുപോയ സമൂസ. താങ്ക് യു ഫോർ നഗറ്റ്സ് ആൻഡ് സമൂസ. ഇതേപോലെ വീണ്ടും ചായറ്റിക്ക് വേണ്ടി ചെയ്യേണ്ടതാണ് പാവപ്പെട്ട നമുക്ക്. കൊള്ളാം നമ്മൾ സമയം 1 മണിക്കൂർ കൂടെ ഉള്ളപ്പോ പോയി ചെയ്തിട്ട് ബൈ. നമുക്ക് മറ്റേതാവാടാ, മറ്റേത് ഗൈസ് നമ്മൾ ഉണ്ടാക്കാൻ പോണ കട്ടെ നമുക്ക് മറ്റേതാവാം. ഗൈസ് നമ്മൾ എൻ്റെ ടീമിനൊരു മാസ്റ്റർ പ്ലാൻ വന്നു ഗൈസ്. എന്തെന്ന് വെച്ചാൽ നമ്മൾ ബർഗർ ഉണ്ടാക്കാൻ പോണു ഗൈസ്. ചിക്കൻ ബർഗർ, അതും ചിക്കൻ ഇല്ലാതെ ഗൈസ്. അതുകൊണ്ട് ഈ 3 സാധനം വെച്ച് നമ്മൾ ബർഗർ ഉണ്ടാക്കാൻ പോണു ഗൈസ്. ചിക്കൻ ഇല്ല, ചിക്കൻ ബർഗർ ഉണ്ടാക്കാൻ പോണു ഗൈസ്. ഇതിൻ്റെയൊക്കെ മാസ്റ്റർ പ്ലാൻ ആയിട്ടുള്ള ഈ സിനാൻ ഷെഫ് ഡാബിളാണ് ഗൈസ്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം. കിച്ചണൊക്കെ യൂസ് ചെയ്യണം. ഓക്കെ, നിങ്ങൾ ഫസ്റ്റ് ഉണ്ടാക്കാൻ പോണ സാധനം ഏതാണ്? ഫ്രഞ്ച് ഫ്രൈസ്. അതെ, നമുക്കും ഫ്രഞ്ച് ഫ്രൈസ്. നമ്മൾ ജിൻസുമായിട്ട് പറഞ്ഞു ഗൈസ്. നമ്മൾ ഒന്നിച്ച് അപ്പോൾ 2 ഫ്രഞ്ച് ഫ്രൈസിലും ഉണ്ടാക്കണം. അപ്പോൾ ഒന്നിച്ചുണ്ടാക്കാം. ഓക്കെ, ഈ സാധനം നമുക്ക് ഒരുമിച്ച് ഉണ്ടാക്കണം. ഇവിടെ കുറേ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. കുക്കീസ്, ബ്രൂ. ഈ ബ്രൂ അവർക്ക് എന്തോ സ്റ്റാർബക്സിലെ ഷെയ്ക്ക് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ബ്രൂ ആണ്. അങ്ങനെ കുറേ പരിപാടികളൊക്കെ ഇവിടെ ചെയ്ത് വയ്ക്കാൻ പോകുന്നു. ജഡ്ജി ഇവിടെ നമ്മൾ അടിച്ചോടിച്ചിട്ടുണ്ട്. പിന്നെ ജഡ്ജിന് നോക്കേണ്ട 3 കാര്യങ്ങളാണ് ഗൈസ്. വൃത്തി,
അതൊക്കെ അറേഞ്ച് ചെയ്തിരിക്കണ ലുക്ക് പിന്നെ ടേസ്റ്റ്, ഈ 3 കാര്യമാണ് ജഡ്ജ് നോക്കേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്ക് കുക്ക് ചെയ്ത് തുടങ്ങാം. സവാള ജഡ്ജാണ് ഇവിടെ നിന്ന് പോ, നമ്മളെ വൃത്തിയാക്കി കണ്ട് സിസിനെ പോയി കാണിച്ചിട്ട് ഷെഫ് പൊട്ടാറ്റോ. ഇവിടെയും പൊട്ടാറ്റോ. നമ്മളൊരു പൊട്ടാറ്റോ പൊട്ടാറ്റോ ഗൈസ്, ഇവൻ പൊട്ടാറ്റോ അരിഞ്ഞിട്ട് അതിലെ പകുതിയുള്ള കഴിഞ്ഞു പോയി നോക്കണത്. ഒരു സ്മോൾ സൈസ് പൊട്ടാറ്റോ ഗായ്സ്. ഇപ്പൊ ഞാനും സിനാനും അരിഞ്ഞത്, ആ സിനാനാണ് അരിഞ്ഞത്, ഞാൻ ഇവിടെ നിന്ന് സപ്പോർട്ട് ചെയ്ത് കാണട്ടെ. നമ്മൾ കുക്കീസൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ഓക്കെ ഗായ്സ്, നമ്മളതാ ഇപ്പം ഇത് കുക്കുംബർ, സവാള, ക്യാബേജ്, പിന്നെ ഈ ലൈമൊക്കെ അടിക്കാൻ വേണ്ടി ലൈമും തക്കാളി എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. ആ സിദ്ധുവിനെ കാണിച്ചു തരാം. സിദ്ധു ഇവിടെ ഫ്രഞ്ച് ഫ്രൈസിനൊക്കെ വേണ്ടി, നമ്മളും ഫ്രഞ്ച് ഫ്രൈസിന്, സിദ്ധുവും ഫ്രഞ്ച് ഫ്രൈസിന് വേണ്ടി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ അടുത്ത അതെന്തിന് ബസ്സിന്, പിന്നെ ഇവിടെ സിദ്ധുവിന് എന്തൊക്കെ ഇതാ എന്തിനാണ് സ്റ്റാർബക്സിന് കൊണ്ട് അവസാനം കാണിച്ചത് സവാളയും കേബേജും. അപ്പൊ ഇത്രയുള്ള, പിന്നെ ബാക്കി ചേർത്ത് കാണിക്കാം. ഗായ്സ്, സിദ്ധുവിന്റെ ഇവിടുത്തെ പരിപാടി നോക്കുക ഗായ്സ്, എന്താണെന്ന് ഡാൽഗോൺ ഉണ്ടാക്കണാടാ സ്ക്വിഡ് ഗെയിമില. അതിനിപ്പോ ഡാൽഗോണ തന്നെ ഇവിടെ ഹണി കോമ്പോ കൊട്ടാക്കണം തോന്നുന്നത്. അവനാണ് ഈ ബണ്ണൊക്കെ കാണിച്ചു വെച്ചേക്കണേ. എന്തിനാ കാത്തിനാണ് ജയിക്കണോ നമ്മളായിക്കോടാ ഗൈസ്. പിന്നെ നിങ്ങൾ കമന്റ് ചെയ്തില്ല ആരാണ് ഗൈസ് ജയിക്കാൻ പോണതെന്ന്. ഇപ്പൊ ഗൈസ് നമുക്ക് ലാസ്റ്റ് കാണാം. ഗൈസ്, അവിടെ സിദ്ധു ആണി ഇവിടെ ഹണിയല്ല അലിയിച്ചത്, എന്തൊക്കെയാ പഫ് ക്രീമൊക്കെ ഇട്ടിട്ട് പയത്തിൽ ഒഴിച്ചു വെച്ചിരിക്കണം ഗൈസ്. ലോജിക്കില്ലാതെ യൂസ് ചെയ്യണം ഗൈസ്. പിന്നെ ഒരു കാര്യം അങ്ങോട്ട് കാലിച്ചു വെച്ചിരിക്കണം ഇങ്ങോട്ടാ. അതേപോലെ ഇവൻ ലോജിക്കിലെ വേറെ ലോജിക്കിലെ വേറെ കാര്യം ഇവൻ സ്റ്റീല് പാത്രത്തിൽ ആ സൗണ്ട് അറിയാമോ, കുത്തുപൊറോട്ടല്ല ഗൈസ്. അവൻ സ്റ്റീല് പാത്രം കരിയിച്ച് കഴിച്ച് തേന് ആക്കി അങ്ങനെ അതിട്ട് കാണിക്കണം. അവനെ കാണിക്കലെന്നാ പറഞ്ഞ വീഡിയോയിൽ തോന്നിക്കല്. പക്ഷെ അങ്ങോട്ട് കാണിക്കലേന്ന് പറഞ്ഞത് കരിയിപ്പിച്ച് അതിനത് കാണിച്ചു കൊടുക്കട്ടെ. പക്ഷെ അവൻ കാണിക്കല്ലേന്ന് പറഞ്ഞ ഗൈസ്. അതുകൊണ്ട് ഇത് നോക്ക ഗൈസ്, ഏറെ നിക്കണ് ആണ് എന്റെ മോനെ. ബട്ടർഫ്ലൈ ഉണ്ടാക്കും ഇത് വെച്ചിട്ടാ നമ്മള് കണ്ടേ നോക്കി ഗൈസ്. നോർമൽ കട്ട്ലറ്റ് ഇത് മറ്റേ ക്രീം ക്രീം എടുത്ത് കളഞ്ഞിട്ട് നമ്മൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. ഇവ രൂപയ്ക്ക് ഇതെല്ലാം തീർത്ത് തന്നെ നമ്മളാ പാട് ഗൈസ്. അപ്പൊ ബാക്കി ചെയ്യണം. ഇതാണ് ഗൈസ് നമ്മുടെ മിസ്റ്ററി ജഡ്ജ്. ഇവര് സ്റ്റാർബക്സ് റെഡിയായിട്ടുണ്ട്, നമ്മുടെ സബ്വേ ഇവിടെ റെഡിയായിട്ടുണ്ട്. നിങ്ങളെ സ്റ്റാർബക്സ് ആദ്യം സർവ് ചെയ്തോ. അപ്പൊ ഇതാരുണ്ടാക്കിയത്? ഇത് സ്റ്റാർബക്സ്. ഞാനും സിനാനും. ഇത് സബ്വയാണ്, അതുകൊണ്ട് അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ഫസ്റ്റ് പ്രൈസിന് 20 രൂപ, സെക്കൻഡ് പ്രൈസിന് 10 രൂപ. ചക്കു 10 രൂപ. ഫസ്റ്റ് ആരാണ് ട്രൈ ചെയ്യാം? ഡിസൈൻ വെച്ച് നോക്കുമ്പോഴത്തേക്ക് സിമ്പിൾ ഡിസൈൻ ഇതാണ്. ഇതിനോട് കുടിക്കുക എന്താണ് ഷേക്ക്? ജഡ്ജ് വരാൻ ലേറ്റ് ആയതുകൊണ്ട് ഷേക്ക് എല്ലാം അടിയിലോട്ടായി. ഇത് ചോക്ലേറ്റ് ബ്രൗണി വിത്ത് ഐസ്ക്രീം. അത് നല്ല മൊരിഞ്ഞതുണ്ട്.
സോസ് ഉണ്ട്, സോസ്. ഇതൊന്ന് പഴോ? ഇത് നമ്മളെ സിഗ്നേച്ചർ ഐറ്റം. ഇത് ബർഗറാ? എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്തു? ബർഗർ ടേസ്റ്റ് ചെയ്യാമോ? ഒടിഞ്ഞു പോയി. എടുത്തു. ഇത് വെജിറ്റബിൾ ബർഗർ. വെജിറ്റബിൾ ബർഗർ. ആ കട്ട്ലറ്റ് ചിക്കൻ കട്ട്ലറ്റ് അല്ല അല്ല, വെജിറ്റബിൾ. ചിക്കൻ കട്ട്ലറ്റാണ് അതിന്റെ അത് ഇരിക്കണത്. വെജിറ്റബിൾ. എങ്ങനെയുണ്ട്? ഇനി അടുത്ത ഇത്. ഇതെന്താണ്? ഇത് ചോക്ലേറ്റ് ബ്രൗണി ഐസ്ക്രീം. ഇവിടെ ഒരു ജഡ്ജും കൂടി സ്പൂൺ എടുത്തില്ല. ഒരു സ്പൂൺ എടുത്തിട്ടാകത്തു. ബട്ടർ സ്കോച്ച് ഐസ്ക്രീമാണ്. അതിന് ഇല്ലാണ്ടേ പോയില്ലോ അത്. നമ്മൾ സർവ് ചെയ്തേ. നിങ്ങൾ പറയുമ്പോ കസ്റ്റമൈസ് ചെയ്യാം. നിങ്ങൾ പറയും, നമ്മൾ കസ്റ്റമൈസ് ചെയ്യാം. അത് നമ്മൾ കുറച്ചും കൂടെ മസാല പൊടികളൊക്കെ ചേർത്ത്, ഇവരൊന്നും ചേർത്തില്ല. നമ്മൾ ഓർഗാനിക് ആണ്, അവര് നാച്ചുറലി അല്ല. നമ്മൾ അതിന്റെ ഇടയിൽ അത് കസ്റ്റമേഴ്സിന്റെ സന്തോഷം നമ്മൾ പറയുന്ന ജ്യൂസ് ജ്യൂസ് കുടിച്ചു നോക്കൂ. ഒറിജിനൽ റിയൽ ജ്യൂസ് ടേസ്റ്റ് ഇല്ല. നമ്മളെ ആപ്പിൾ ഫീസ് ഇവിടെ ഉണ്ട്, നമ്മളെ ലൈം ഇവിടെ ഉണ്ട്. ഷുഗർ ലൈമാണത്. ഇത് ആപ്പിൾ ഫീസ്. Again, that is our hot dog. ഇവരെല്ലാം റെഡിമെയ്ഡ് ഐറ്റംസ്. അത് പിന്നെ ഐസ്ക്രീം ഉണ്ടാക്കിയതാ ഫാക്ടറിയിൽ നിന്ന്. ഐസ്ക്രീം അതെല്ലാം നമ്മൾ ചെയ്തു വെച്ചതാണ്. ഇതെന്തൊരു സാധനം? ഇത് പഴം ഞാൻ ഉണ്ടാക്കിയത്. പഴമല്ല, ക്യാരമൽ. ഇത് കഴിച്ചില്ല. ഇത് ക്രീം ക്രീമെല്ലാം വെച്ചിട്ടുള്ള പുതിയൊരു സാധനം ഇപ്പൊ കണ്ടുപിടിച്ചത്. അത് നല്ല ക്രീമാണ്. അത് ക്രിസ്പിയാണ്. ഇതാ ക്രിസ്പി കാരമൽ. ക്രിസ്പി ആയിട്ടുള്ള ഐറ്റംസ് നമ്മൾ അവർക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. സോസ് ഉണ്ട്. സ്പൂണൊന്നും ഇല്ലായിരുന്നു. നമ്മൾ സോസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പ്രിപ്പറേഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ ഇവരുടെ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് പ്രിപ്പറേഷൻ ചെയ്തിരിക്കുന്നത്. പക്ഷേ ടേസ്റ്റ് വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഫ്രഞ്ച് ഫ്രൈസ് ആണ് ഇഷ്ടപ്പെട്ടത്. ഫ്രഞ്ച് ഫ്രൈസ് ആണ് ഇഷ്ടപ്പെട്ടത്. പക്ഷെ ഡെക്കറേഷൻ വെച്ച് നോക്കിയിട്ട് ഞാൻ ഇവര് ജയിച്ചതായിട്ട് പ്രഖ്യാപിക്കും. സെക്കൻഡ് പ്രൈസ് കിട്ടിയ സെക്കൻഡ് പ്രൈസ് അപ്പൊ സബയിലുള്ളവർ സബയിൽ തിന്നോ. ഇതിന്റെ അകത്ത് അവർ ആഡ് ചെയ്യുന്ന മിൽക്ക് ബണ്ണെന്ന് പറഞ്ഞ സാധനമാണ് ഗൈസ്. ഞാൻ ആദ്യം കടയിൽ പോയിട്ട് ഇഷ്ടപ്പെടാതെ വന്ന സാധനമാണ് അത്. മിൽക്ക് ബണ്ണാണ്, സാധാ ബണ്ണല്ല. അതാണ് അമ്മിയമ്മക്ക് ഇഷ്ടപ്പെടാത്ത. പിന്നെ ഇത് കണ്ട ഓർഗാനിക്. നമ്മൾ ജയിച്ചാ ഇത് നമുക്കുള്ള ഇജോയാണെങ്കിൽ സീനിയർ ഗൈസ്. നമുക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടി. അതാണ് ഗൈസ് നമ്മൾ അന്തസ്. നമ്മൾ പിന്നെ ശരിയാണേ. ഞാൻ കസ്റ്റമറായിട്ട് നീ കസ്റ്റമറായിട്ട് ഞാൻ ഇതേപോലെ തന്നെ ഞാൻ അടുത്ത കസ്റ്റമറായിട്ടാണ് വന്നിരിക്കണം. നീ ഇതെങ്ങനെയാണ് നീ സർവ് ചെയ്യാൻ പോണേ? കസ്റ്റമറാ നീ എല്ലാം എടുത്തോ. എന്നിങ്ങനെ നമ്മളിവിടെ സവാളയും കൂടെ ആഡ് ചെയ്യുന്നു. ഇത് തുറ.
നമ്മൾ അവരുടെ ഫ്രണ്ട് പേജും വരാനേയും അതെല്ലാം തോറ്റു. പ്രാവശ്യം ആ ഒരൊറ്റ ഒരു സാധനം വെച്ച് അത്രേ ഉള്ളൂ. നമുക്ക് ജയിക്കല് നമുക്കുള്ളൂ തിന്നത്. അതെല്ലാം ഈ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ